അധ്യായം 5. കീർത്തി ചലനമറ്റ നിലയിൽ തറയിൽ കിടക്കുകയായിരുന്നു. കീർത്തിയെ കണ്ട് സഞ്ജു വേഗം ആംബുലൻസ് വിളിക്കാൻ ഒരുങ്ങി. വരുൺ, കീർത്തിയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എന്നാൽ വരുൺ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ബോധമില്ലാതെ കിടക്കുന്ന കീർത്തിയുടെ ചുണ്ടിൽ ചുണ്ടുകൾ വെച്ച് കൃത്രിമമായി ശ്വാസം കൊടുക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള എല്ലാവരും മിഴിഞ്ഞ കണ്ണുകളോടെ വരുൺ ചെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കീർത്തി ചുമച്ചുകൊണ്ട് ഒരു ശ്വാസം വിട്ടു. വരുണിന്റെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് അവൾ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ അവൾ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. ആംബുലൻസിനായി കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല സഞ്ജു, വേഗം കാർ എടുക്ക്. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. സിറ്റിയിലൂടെ അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്ന വരുണിന്റെ കാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ മുന്നിലെത്തി. ഒരു നിമിഷം പോലും പാഴാക്കാതെ കീർത്തിയെ കയ്യിലെടുത്തുകൊണ്ട് വരുൺ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ വിചിത്രമായ വേഷവിധാനങ്ങൾ ധരിച്ച് തിടുക്കത്തിൽ ഒരാൾ അകത്തേക്ക് വന്നത് കണ്ട് ഞെട്ടി. വരുൺ കീർത്തിയെ അടുത്തുള്ള കട്ടിലിൽ കിടത്തി. അടുത്ത നിമിഷം ധരിച്ചിരിക്കുന്ന ഷൂസിൽ നിന്ന് ഒരു തോക്കെടുത്ത് ഡോക്ടറുടെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, ചെക്ക് ഹർ ഫാസ്റ്റ്. പിന്നെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല, ഓർമ്മയിലിരിക്കട്ടെ. വരുണിന്റെ ഭീഷണിയിൽ ഡോക്ടർ ഭയന്നുവെങ്കിലും തന്റെ മുന്നിലെത്തിയ ആളുടെ ജീവൻ രക്ഷിക്കുക എന്ന കർത്തവ്യം ആലോചിച്ച് അവളെ പരിശോധിക്കാൻ തുടങ്ങി. കീർത്തിയോട് എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന വരുൺ അവളുടെ ജീവൻ രക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത കണ്ട് സഞ്ജു അത്ഭുതപ്പെട്ടുപോയി. പിറ്റേന്ന് രാവിലെ കീർത്തി കണ്ണു തുറന്നപ്പോൾ താൻ വരുണിന്റെ ബംഗ്ലാവിലെ തന്റെ മുറിയിലാണെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ മുന്നിൽ തന്നെ വരുണും സഞ്ജുവും ഇരിക്കുന്നുണ്ടായിരുന്നു. വരുണിന്റെ മുഖത്തെ ഭാവം അറിയാൻ കീർത്തി കൗതുകത്തോടെ നോക്കി. എന്നാൽ വരുണിന്റെ പതിവ് നിർവികാരമായ കണ്ണുകളിൽ നിന്ന് അവൾക്ക് യാതൊരു വ്യത്യാസവും അറിയാൻ കഴിഞ്ഞില്ല. ഇന്നലെ എന്താ പറ്റിയേ? എങ്ങനെയാ കുഴഞ്ഞു വീണ? അവന്റെ ചോദ്യം കേട്ടതും അവൾ സ്വയം പിറുപിറുക്കാൻ തുടങ്ങി. പെട്ടു, ഇയാളോട് ഞാനിപ്പോ ഇതെല്ലാം എങ്ങനെ പറയാ? ഈ രാക്ഷസൻ എന്നെ കുറിച്ച് എല്ലാം അറിയും. സത്യം മറച്ചു വെച്ചെന്ന് പറയോ? അപ്പുവിന്റെ ട്രീറ്റ്മെന്റ് നിർത്തോ? അയ്യോ എന്റെ കൃഷ്ണ, എന്താ ഞാനിപ്പോ ചെയ്യാ? ഇന്നലെ വൈകുന്നേരം നടന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ കീർത്തി വരുണിന്റെ നോട്ടത്തെ കാണാത്ത മട്ടിൽ വേറെ എങ്ങോട്ടോ നോക്കാൻ തുടങ്ങി. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തല കറങ്ങി. ചിലപ്പോ BP കുറഞ്ഞതായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആണല്ലോ. വരുൺ കീർത്തിയെ കുറച്ചു നേരം നോക്കിയിട്ട് ഒന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. എനിക്കെന്റെ കണ്ണു പൊട്ടുന്ന ചീത്ത കിട്ടുമെന്ന് ഉറപ്പാ. ഒന്നാമത് ഞാൻ അയാളെ നിർബന്ധിച്ചാ കൊണ്ടുപോയത്. അതാണേൽ ഇങ്ങനെയായി. വേഗം എന്തെങ്കിലും ചെയ്ത് ഇതൊക്കെ ഒന്ന് കവറപ്പാക്കണം. എന്താ ഇപ്പൊ ഒരു വഴി? ഇവിടെ കീർത്തി ആനിന്റെ കയ്യിൽ നിന്ന് എഴുതിയെടുത്ത നോട്ട്സ് തുറന്ന് നോക്കാൻ തുടങ്ങി. പുറത്തേക്ക് പോയ വരുൺ സഞ്ജുവിനോട് പറഞ്ഞു, സഞ്ജു, ഇന്നലെ ഡോക്ടർ കീർത്തി പറഞ്ഞതുപോലെ അല്ലല്ലോ പറഞ്ഞേ. അവൾ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ആ മറച്ചു വെക്കുന്നത് എന്താണെന്ന് കണ്ടെത്തണം. എനിക്ക് അവളുടെ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി എത്രയും വേഗം വേണം. ഞാനത് അന്വേഷിക്കാം. പക്ഷെ എനിക്കൊരു ഡൗട്ട്. നിനക്ക് കീർത്തിയെ വെറുപ്പാണോ അതോ ഇഷ്ടമാണോ? ഇന്നലെ രാത്രി എന്തായിരുന്നു നിന്റെ വെപ്രാളം? ഈ പോക്ക് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. നീ അധികം ചിന്തിക്കണ്ട. എന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കീർത്തി ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അത്രേ ഉള്ളൂ. വരുൺ ഇത് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയെങ്കിലും വരുണും കീർത്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായി തുടങ്ങിയെന്ന് സഞ്ജുവിന് ബോധ്യപ്പെട്ടു. ഡേറ്റ് ഫ്ലോപ്പ് ആയോണ്ട് സ്റ്റെപ്പ് 5 മുതൽ സ്റ്റെപ്പ് 8 വരെ കയ്യിന്ന് പോയി. ഇനി നേരെ സ്റ്റെപ്പ് 9 സെക്കൻഡ് വരും. പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കീർത്തി എത്രത്തോളം ആവേശത്തോടെ പോയിന്റ് വായിക്കാൻ തുടങ്ങിയോ അത് വായിച്ചു വന്നപ്പോൾ അവളുടെ ആവേശം താനെ കെട്ടടങ്ങി. അല്ല, ഞാൻ ആർക്കാ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നെ? എന്നെ കടിച്ചു കയറി തിന്നാൻ മാത്രം ഇഷ്ടമുള്ള ആ രാക്ഷസനോ? ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നു എന്നല്ലേ അന്ന് പറഞ്ഞത്? ബെസ്റ്റ്. അപ്പോ ഈ സ്റ്റെപ്പും ഗോവിന്ദ. ഇനി എല്ലാത്തിനും സഞ്ജുവേട്ടൻ തന്നെ ശരണം. നിറഞ്ഞ പ്രതീക്ഷയോടെയാണ് കീർത്തി സഞ്ജുവിനടുത്തെത്തിയത്. ഒപ്പം അവനോട് വരുണിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ഒരുപാട് ചോദിച്ചു. പക്ഷേ അവൾക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല. സഞ്ജുവേട്ടാ, പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്ക്. വരുൺ സന്തോഷത്തോടെ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം. മനുഷ്യനല്ലേ, ഒരു ഫേവറേറ്റ് ഡിഷെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഇല്ല കീർത്തി, സത്യമായും എന്റെ അറിവില് സാറിന് അങ്ങനെ ഒരു ഇഷ്ടമില്ല. പക്ഷെ ഒന്നുണ്ട്, സാറ് വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ കഴിക്കൂ. കാരണം പരിപ്പ് ആൾക്ക് അലർജിയാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാറേ ഇല്ല. അയ്യടാ,
എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കാം അല്ലേ? അതെ മാം. എന്തായാലും സാറിനോടൊരു നന്ദിയൊക്കെ പറയണ്ടേ? അപ്പൊ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും പാചകം ചെയ്ത് കൊടുത്തിട്ട് തന്നെ ആയിക്കോട്ടെ. എന്തിനാ ഞാൻ താങ്ക്സ് പറയുന്നത്? അതിന് മാത്രം എന്താ ഉണ്ടായത്? ആക്ച്വലി ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, ഇന്നലെ ഞാൻ മടങ്ങിപ്പോയതിനു ശേഷം എന്താ ഉണ്ടായേ? ബോധം മറഞ്ഞ് ശ്വാസമില്ലാതെ കിടന്ന മാമിന് വരുൺ സാർ ചുണ്ടോട് ചുണ്ട് വെച്ച് കൃത്രിമ ശ്വാസം തന്നു. എന്നിട്ട് ആംബുലൻസിന് പോലും കാത്തു നിൽക്കാതെ മാമിനെ എടുത്ത് മടിയിൽ കിടത്തി കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയായിരുന്നു ഇതിനേക്കാളും വലിയ സംഭവം നടന്നത്. മാമിനെ വേഗത്തിൽ ചികിത്സിക്കാൻ ഡോക്ടറുടെ തലയ്ക്ക് ഗൺ വെച്ച് ഭീഷണിപ്പെടുത്തി. കീർത്തി സഞ്ജു പറയുന്നത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോയി. അവളുടെ ജീവൻ രക്ഷിക്കാൻ വരുൺ കൃത്രിമ ശ്വാസം കൊടുത്തു എന്ന് കേട്ടപ്പോൾ ആ രംഗം അവളുടെ ഭാവനയിൽ ഒരു നിമിഷം തെളിഞ്ഞു വന്നു. വരുൺ തന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടിൽ സ്പർശിച്ചെങ്കിലും ഈ രംഗം മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ തന്നെ അവൾ വിറച്ചുപോയി. അവൾ തല കുടഞ്ഞ് പരിഭ്രമത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചു. എന്തായാലും നന്ദി പറയണം. ആദ്യം നമുക്ക് മാർക്കറ്റിൽ പോയി പാചകത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ തൽക്കാലം ഇതൊന്നും വരുണിനോട് പറയരുത് കേട്ടോ. സഞ്ജു അതേ എന്ന് തലയാട്ടിയപ്പോൾ കീർത്തി ഒരുങ്ങാനായി അവളുടെ മുറിയിലേക്ക് വന്നു. ഒരുക്കം കഴിഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വരുണിന്റെ കാറിന് സമീപം അജ്ഞാതരായ 2 പേർ നിൽക്കുന്നത് കണ്ടു. അതിലൊരാൾ കാറിന്റെ ഡോർ തുറന്ന് കാറിനുള്ളിൽ കയറിയിരിക്കുകയും ചെയ്തു. ഇത് കണ്ടയുടൻ കീർത്തി ഉറക്കെ ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങി ഓടി. കള്ളൻ, കള്ളൻ, വരുൺ, ദേ കള്ളന്മാര് കാർ എടുത്തോണ്ട് പോകുന്നു. കീർത്തിയുടെ വാക്കുകൾ കേട്ട് സഞ്ജുവും വരുണും കീർത്തിയുടെ പുറകെ ഓടാൻ തുടങ്ങി. അവൾ ഓടി കാറിന് മുന്നിൽ ചെന്ന് നിന്നു. ഏയ്, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇത് ആരുടെ വീടാണെന്ന് നിങ്ങൾക്കറിയോ? വരുൺ കിഷോറിന്റെയാ. അദ്ദേഹത്തിന്റെ കയ്യിൽപ്പെട്ടാലുള്ള അവസ്ഥയെപ്പറ്റി വല്ല ബോധമുണ്ടോ? ജീവൻ വേണേ മര്യാദയ്ക്ക് ചെയ്ത തെറ്റിന് സോറി പറഞ്ഞു. ആ സമയം വരുൺ പുറത്തേക്കെത്തി. അവിടുത്തെ രംഗം കണ്ട് അവൻ ദേഷ്യപ്പെട്ടു. കീർത്തി, സ്റ്റോപ്പ് ഇറ്റ്. ഇവര് കള്ളന്മാരൊന്നും അല്ല, നിഖിലും അമലുമാണ് മൈ ഫ്രണ്ട്സ്. ഇന്നലെ കോസ്റ്റ്യൂം പാർട്ടിയിൽ കണ്ടില്ലേ? ഇത് കേട്ടതും കീർത്തിയുടെ കാറ്റുപോയി. എന്നാൽ അതേസമയം നിഖിലിനോടും അമലിനോടും ദേഷ്യവും വന്നു. അവൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇന്നലത്തെ സംഭവം ഉണ്ടായത് തന്നെ ഈ പൊട്ടന്മാര് കാരണ. ഇവര് ശരിക്കും തല്ലിക്കൊല്ലിയാ വേണ്ടത്. ഷോ, ഇതിപ്പോ ചളമായല്ലോ. ഇപ്പൊ ഇവരോട് സോറി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കീർത്തി ഇരുവരോടും മനോഹരമായി പുഞ്ചിരിച്ചു കാണിച്ച് സോറി പറഞ്ഞു. ഇത് കേട്ട് നിഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഇപ്പൊ ഉണ്ടായത് തന്റെ തെറ്റല്ല, ആരായാലും ചെയ്തു പോവില്ലേ. മാത്രമല്ല, നമ്മളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? കീർത്തി നിഖിലിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി വരുണിനെ നോക്കാൻ തുടങ്ങി. യെസ്, ദേ ആർ സ്റ്റേയിങ് ഹിയർ. കുറച്ച് ദിവസമായിട്ട് അവർ പുറത്തു പോയിരിക്കായിരുന്നു. വരുൺ, എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്കൊന്ന് പോണം. ഞാൻ പോയിക്കോട്ടെ? കീർത്തി, ഇന്നലെയല്ല താൻ അൺകോൺഷ്യസ് ആയിട്ട് വീണത്. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇന്ന് ഒറ്റയ്ക്ക് പുറത്തു പോയി വീണ തന്നെ ആര് രക്ഷിക്കും? വരുണിന്റെ റിയാക്ഷൻ കണ്ട് കീർത്തി ആലോചിക്കാൻ തുടങ്ങി. വരുൺ എന്നെ കുറിച്ച് വല്ലാത്ത ആശങ്കയാണല്ലോ. ഇനി ഞാൻ സ്വപ്നം കാണാണോ? എന്റെ ഹാർഡ് വർക്കൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നർത്ഥം. ദൈവമേ, അടുത്ത സ്റ്റെപ്പിനുള്ള സമയായി. കീർത്തി ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പറഞ്ഞു. ഏയ്, ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. ഐ ആം ഓൾ റൈറ്റ്. പ്ലീസ്, ഞാനൊന്ന് മാർക്കറ്റിൽ പോയി വരട്ടെ. എന്തോ ആലോചിച്ച ശേഷം വരുൺ ശരിയെന്ന് തലയാട്ടി. കീർത്തി സന്തോഷത്തോടെ കാറിനടുത്തേക്ക് പോയി. അവൾ അകത്ത് കയറിയിരുന്നെങ്കിലും പെട്ടെന്ന് പുറത്തിറങ്ങി വരുണിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൾ അവനെ ഒന്ന് നോക്കി. പിന്നെ പെട്ടെന്ന് വരുണിന്റെ കവിളിൽ സ്നേഹത്തോടെ ചുംബിച്ചു. സഞ്ജുവും മറ്റു 2 സുഹൃത്തുക്കളും അമ്പരന്ന് കീർത്തിയെ നോക്കിക്കൊണ്ടിരുന്നു. ഇന്നലത്തെ ഡേറ്റ് കൊളവാക്കി കളഞ്ഞതിന് സോറി. പിന്നെ എന്നെ സഹായിച്ചതിന് താങ്ക്സ്. ഇത്രയും പറഞ്ഞ് കീർത്തി അവിടെ നിന്നും പോയി. ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ വരുണിനെ നോക്കുകയായിരുന്നു സഞ്ജു. പക്ഷെ വരുൺ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നിഖിൽ, അമൽ, നിങ്ങൾ രണ്ടുപേരും കീർത്തിയുടെ പിന്നാലെ മാർക്കറ്റിലേക്ക് പോകണം. പക്ഷെ അവൾ ഒരിക്കലും അറിയരുത്. നിഖിലും അമലും കീർത്തിയുടെ പിന്നാലെ പോയപ്പോൾ വരുണേ, മോനെ, ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലേ? അല്ല, ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് കവിളിൽ കിസ് അടിച്ചിട്ട് യാതൊരു റിയാക്ഷനും ഇല്ലാതെ എങ്ങനെയാ മരപ്പാവ കണക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നേ? വരുൺ സഞ്ജുവിന്റെ വാക്കുകളോട് പ്രതികരിക്കാതെ അവന്റെ മുറിയിലേക്ക് പോയി.
അവിടെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ തന്നെ തന്നെ നോക്കാൻ തുടങ്ങി. കീർത്തി ചുംബിച്ച കവിളിൽ അവന്റെ കൈകൾ യാന്ത്രികമായി സ്പർശിച്ചു. എന്നാൽ കാറിൽ കയറിയ കീർത്തിയോ നാണം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. അവനൊരു ആവേശത്തിന് വരുണിനെ ചുംബിച്ചു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് സ്വയം ചമ്മല് തോന്നുന്നു. ആൻ പറഞ്ഞ 8ാമത്തെ അടവായിരുന്നു അത്. ഓരോന്നാലോചിച്ചിരുന്ന് കീർത്തി മാർക്കറ്റിൽ എത്തിയത് അറിഞ്ഞില്ല. അവൻ അവിടെ നിന്നും വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. 2 പേർ ഒരു വൃദ്ധയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മര്യാദക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സ് ഞങ്ങൾക്ക് തന്നിട്ട് മിണ്ടാതെ പൊക്കോ. ഓവർ ബലം പിടിച്ച് നിന്നിട്ട് അടി വാങ്ങി പോവാൻ നിൽക്കണ്ട. ഒന്നങ്ങോട്ട് തന്നാ താങ്ങില്ല നിങ്ങള്. പേഴ്സ് നൽകാൻ വൃദ്ധ വിസമ്മതിച്ചപ്പോൾ അവരിൽ ഒരാൾ വൃദ്ധയെ നിലത്ത് തള്ളിയിട്ട് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഒരു പാവം വൃദ്ധയുടെ മേലെ കുതിര കയറിയിട്ട് നിന്ന് ഇളിക്കുന്നോ? ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ അവരെ വിട്ടിട്ട് എന്റെ പേഴ്സ് ഒന്ന് തൊടാൻ പറ്റുമെന്ന് നോക്ക്. പിറകിൽ നിന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അവർ 2 പേരും തിരിഞ്ഞു നോക്കി. കീർത്തി അവിടെ നിൽക്കുന്നത് കണ്ടു. അവൾ കരികിലേക്ക് ചെന്നു. നമുക്ക് കോൾ അടിച്ചല്ലോ. ഇന്ന് പണത്തോടൊപ്പം ഒരു പെണ്ണിനെയും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം. കീർത്തിയെ രഹസ്യമായി പിന്തുടരുന്ന നിഖിലും അമലും കീർത്തിയെ രക്ഷിക്കാനായി മുന്നോട്ട് വന്നു. മുന്നിൽ നടന്ന കാഴ്ചയിൽ അവരുടെ വാ തുറന്നുപോയി. കീർത്തി ഒന്ന് കറങ്ങി തിരിയുന്നതും ആ 2 പേരും നിലത്ത് വീണ് കിടക്കുന്നതും കണ്ടു. ഞാനേ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റാ. പക്ഷെ ഇപ്പൊ പ്രാക്ടീസ് അല്പം കുറവാ. അതുകൊണ്ടാ ഇത്രയും സമയം എടുത്തത്. അല്ലേ ഒരു 10 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയായിരുന്നു. കീർത്തി വൃദ്ധയെയും കൂട്ടി അവിടെ നിന്നും പോയി. നിഖിൽ അടി തുടങ്ങിയപ്പോഴേ എല്ലാം ഫോണിൽ പകർത്തിയിരുന്നു. കീർത്തിയുടെ അടിയുടെ വീഡിയോ അവൻ വരുണിന് അപ്പൊ തന്നെ അയച്ചു കൊടുത്തു. കീർത്തിയുടെ പോരാട്ട വീര്യം കണ്ട വരുൺ എങ്ങനെ പ്രതികരിക്കും?